മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് 3 ജില്ലകളിലാണ് ഇപ്പോൾ ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. ഇന്നലെ 11 ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട്. നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളിൽ മാത്രമായിരുന്നു ഇല്ലാതിരുന്നത്. പക്ഷെ ഇന്ന് ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ വടക്കൻ ജില്ലകളായ 3 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലേർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തൊന്നും റെഡ് അലേർട്ട് ഇല്ലെങ്കിൽ പോലും ശക്തമായ മഴയായിരുന്നു അല്പസമയം മുമ്പ് വരെ ഇവിടെ എല്ലാം ഉണ്ടായത്. നാശനഷ്ടത്തിനും കുറവൊന്നുമില്ല. മഴയുടെ മുന്നറിയിപ്പ് മാത്രമല്ല, ശക്തമായ കാറ്റിന്റെ മുന്നറിയിപ്പ് നിലവിലുണ്ട്. 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ തിരമാലയുടെ സാന്നിധ്യം, അതായത് 4.2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല ഉയരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ മണ്ണിടിയാൻ സാധ്യതയുള്ള മേഖലകളിലേക്കൊക്കെ രാത്രി യാത്ര പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ട്. വ്യാപകമായ കൃഷിനാശമാണ് സംസ്ഥാനത്ത് ഉണ്ടാവുന്നത്. ഇതിന്റെ ഭാഗമായി KSEB വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുത്തിട്ടാണ് കറണ്ട് വരുന്നത്. പല KSEB സ്റ്റേഷനുകളിലും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്ന പരാതി വ്യാപകമായതിനെ തുടർന്ന് പ്രതിഷേധവും വ്യാപകമാണ്. നാട്ടുകാർ കൂട്ടത്തോടെ KSEB ഓഫീസ് പോയി ഉപരോധിക്കുന്ന കാഴ്ചകൾ ഓരോ ജില്ലകളിൽ നിന്നും വരികയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മഴയ്ക്ക് ഒരല്പം കുറവുണ്ടാവും എന്നൊരു ആശ്വാസ വാർത്തയാണ് ഇന്ന് നമുക്ക് രാവിലെ പറയാനുള്ളത്. വേണ്ടി പ്രസാദിനെ ഇങ്ങനെ കുടയില്ലാതെ കാണുമ്പോൾ തന്നെ ഏകദേശം അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? നമുക്കിനി മലബാറിലേക്ക് ഒന്ന് പോകാം. മലബാറിലെ മഴയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ദീപക് മലയമ തന്നെയാണ്. ദീപക്, എന്താണ് മലബാറിലെ മറ്റു ജില്ലകളിലെയൊക്കെ അവസ്ഥ? അവിടേക്ക് മഴ പെയ്യുന്നുണ്ടോ? അപ്പൊ നമുക്ക് മധ്യ കേരളത്തിലേക്ക് ഒന്ന് വരാം. അത് കഴിഞ്ഞ് നമുക്ക് മലബാറിലെ വിശേഷം അറിയാമെന്ന് തോന്നുന്നു. സജോയാണ് ചേരുന്നത്. സജോ ദേവസ്യ. സജോ, എന്താണ് കുടയില്ല? അപ്പോ കൊച്ചിയിലൊക്കെ എങ്ങനെയാ മഴ? മധ്യ കേരളത്തിൽ മൊത്തത്തിൽ അവസ്ഥ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ്. കുടയില്ല എന്നത് കാണുമ്പോൾ തന്നെ ചെറിയൊരു ആശ്വാസമുണ്ട് എന്നതിന്റെ തെളിവാണല്ലോ. പുലർച്ചെ വരെ, അതായത് അല്പസമയം മുൻപ് വരെ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. നഗരമേഖലകളിൽ ഇപ്പോൾ മഴയൊരു കുറച്ച് സമയമായി മാറി നിൽക്കുന്നുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമാണ്. രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മലയോര മേഖലയിലും തീരദേശ മേഖലകളിലും ഒക്കെ അതിശക്തമായ മഴ തുടർച്ചയായി ലഭിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നതിന് വ്യാപകമായ അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. മരം വീഴുന്നു. അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം വിവിധ ഇടങ്ങളിൽ താറുമാറായിട്ടുണ്ട്. KSEB ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. വ്യാപകമായി വൈദ്യുതി ബന്ധം താറുമാറാകുന്ന സാഹചര്യമുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 ദിവസത്തെ നാശനഷ്ടങ്ങളൊരു കണക്ക് കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇത് പനമ്പള്ളി നഗറിലാണ്. ഇവിടെ നിന്ന ഒരു മരം പുലർച്ചയോടുകൂടിയാണ് കടപുഴകി വീടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 50 വീടുകൾ ഭാഗികമായി തകർന്നു. ഒരു വീട് പൂർണ്ണമായും 3 ദിവസം, അതായത് മഴക്കെടുതിയുടെ മാത്രം കണക്കുകളാണ്. അത് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം ജില്ലയിൽ 360 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യം പരിഗണിച്ച് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. തീരദേശത്ത് കടലാക്രമണം രൂക്ഷമാണ്. പ്രത്യേകിച്ച് ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി ഉൾപ്പെടുന്ന പ്രദേശം, കണ്ണമാലി, കൈതവേലി, ചെറിയ കടവ്, കൊച്ചിൻ കോർപ്പറേഷന്റെ അതിർത്തി വാർഡായ മേഖലകളിലും, അതായത് സൗദി, മാനാശ്ശേരി ഉൾപ്പെടുന്ന മേഖലകളിലും കടലാക്രമണം രൂക്ഷമാണ്. ഒപ്പം നായരമ്പലം, അതോടൊപ്പം തന്നെ മുനമ്പം മേഖലകളിലും കടലാക്രമണം ശക്തമാണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാഹചര്യം മാറി. മഴ വീണ്ടും അതിശക്തമായ മഴ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. മേഖലകളിലൊക്കെ വെള്ളക്കെട്ടും വിവിധ ഇടങ്ങളിൽ പ്രശ്നമാണ്. ഒപ്പം തീരദേശ മേഖലകളിലാണ് പ്രധാന പ്രതിസന്ധി. അവിടെ ഇപ്പോഴും വീടുകൾ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി തുടരുകയും ചെയ്യുന്നത്. ഒപ്പം നേരിടാനുള്ള സർവ്വ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല എങ്കിൽ കൂടിയും ശക്തമായ മഴ ലഭിക്കും. മലയോര തീരദേശ മേഖലയിൽ സമാന സ്ഥിതിയുണ്ട്. ചാലക്കുടി പുഴ, ഒപ്പം പെരിയാർ, രണ്ട് ആറുകളുടെയും ഇരു കരകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നേരത്തെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചും ഭൂതത്താൻകെട്ട് ഉൾപ്പെടെയുള്ള ബാരേജുകളിൽ നിന്ന് ജലം തുറന്നു വിട്ടിരുന്നതാണ്. ഒപ്പം പെരിങ്ങൽകുത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചാലക്കുടി പുഴയുടെ ഓരത്തും സമാനമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശത്തും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ വലിയ ദുരിതം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. വീടുകളിലേക്കൊക്കെ കടൽവെള്ളം ഇരച്ചു കയറുന്നു. സീവാൾ ഇല്ലാത്ത മേഖലകളിൽ, അതായത് കടൽ ഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്താണ് സാഹചര്യം? ശക്തമായ മഴ തന്നെ ലഭിക്കുന്നു. ഇടവിട്ട് അതിശക്തമായ മഴ തന്നെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ തുടരുകയാണ്. അപ്പോൾ എന്തായാലും സജോദേവസ്യ സേഫായിരിക്കുക. നല്ല മഴയാണ്. ആ കുടയിലൊക്കെ മഴ വന്ന് വീഴുമ്പോൾ ശബ്ദം നമുക്ക് കേൾക്കാം. നമുക്കിനി ഈ മലബാർ മേഖലയിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ദീപക് മലയമയുണ്ട്. ദീപക്, 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അപ്പോൾ എന്താണ് ആ കാര്യങ്ങൾ?
വെങ്കി, കോഴിക്കോട് ഉൾപ്പെടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ ശക്തമായ മഴ ഇടവേളകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോടത്തെ ഒരു കണക്ക് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നത് ഇന്നലെ 26-ാം തീയതിയാണ്. ഇന്നലെ മാത്രം 60 വീടുകളാണ് ഭാഗികമായി മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തകരുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടതാണ് ഫറോക്ക് അരീക്കാട് മേഖലയിൽ റെയിൽവേ ട്രാക്കിലേക്ക് 3 മരങ്ങൾ കടപുഴകി വീണ ഒരുപാട് സമയം ട്രെയിൻ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടത്. ഏറെ നേരം പണിപ്പെട്ടാണ് പിന്നീട് അതൊക്കെ മുറിച്ചു മാറ്റുന്നതും വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിച്ച ട്രെയിൻ യാത്രയൊക്കെ സാധ്യമാക്കുന്നതും. കോഴിക്കോട് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിലേക്ക് റെഡ് അലേർട്ട് ആ നിലയ്ക്ക് തന്നെ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ കാലാവസ്ഥാ വിഭാഗം ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ക്യാമ്പുകളാണുള്ളത്. അവിടെ 88 ആളുകൾ ഇതിനോടകം തന്നെ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിലങ്ങാട് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ഉരുൾപൊട്ടൽ സാഹചര്യമൊക്കെ. അവിടെ മഞ്ഞച്ചീലിയിൽ ചെറിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതിനെ തുടർന്ന് അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വടകര താലൂക്കിലും ഒപ്പം തന്നെ കോഴിക്കോടും ഉൾപ്പെടെ അത്തരത്തിൽ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ശക്തമായ മഴ ഇടവേളകളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. മറ്റ് ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂരും സമാനമായ രീതിയിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വയനാട് വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഹെക്ടർ കണക്കിന് കൃഷി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മഴക്കെടുതി ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ മഴയ്ക്കൊരു ശമനം എപ്പോഴാണ് എന്നുള്ള ചോദ്യം ആളുകളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും കൃഷിനാശം ഉൾപ്പെടെ ഇത്തരത്തിൽ ദുരന്തങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ വന്നു ചേരുന്നു എന്നുള്ള ആശങ്കയുണ്ട്. കരുതലോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനും സാധിക്കുക. ഓക്കെ, ദീപക് മലയമ്മയാണ് മലബാറിലെ കാലാവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചത്. അപ്പം